നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ആരോഗ്യരംഗം അത് ലോകത്തിൽ തന്നെ നമ്പർ 1 ആണ് എന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് പിണറായി 1, പിണറായി 2 സർക്കാരുകളുടെ കാലങ്ങളിൽ കൊട്ടിഘോഷിക്കപ്പെട്ടത്. അതായത് കേരളത്തിലെ ആരോഗ്യരംഗം അത് വലിയ രീതിയിലുള്ള ഗുണനിലവാരം പുലർത്തുന്ന പൊതുജനാരോഗ്യ രംഗമാണ്. സർക്കാർ ആശുപത്രികളിൽ വലിയ മരുന്ന് ശേഖരം അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ പൊതുജനാരോഗ്യ മേഖലയെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നു. കേരളത്തിലേത് നമ്പർ 1 ആരോഗ്യ മേഖലയാണ്. പ്രത്യേകിച്ചും LDF ഭരിക്കുന്ന 2016 മുതൽ ഇങ്ങോട്ട് ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തി. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി LDF നേതാക്കൾ, അതുപോലെ തന്നെ CPM നേതാക്കളും മന്ത്രിമാരും എല്ലാം പറയുന്നത് കോവിഡ് കാലത്തെ ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. കോവിഡ് കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ച ഒരു പ്രവർത്തനം നടത്താൻ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് സാധിച്ചു എന്നാണ് കേരളത്തിൽ നിന്നുള്ള അവകാശവാദം. പക്ഷേ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം കോവിഡ് ഇന്ത്യ മുഴുവൻ വലിയ മികച്ച രീതിയിൽ പ്രതിരോധിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. കേരളത്തിൽ മാത്രമല്ല, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വളരെ മികച്ച ഏകോപനത്തോടു കൂടി തന്നെ കാര്യങ്ങൾ നടത്തപ്പെട്ടു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വ്യാപനമുണ്ടായ സംസ്ഥാനം എന്നും നമുക്കറിയാം. പക്ഷേ ഇതിലെല്ലാം ഒരു പരിധിവരെ ചില തള്ളലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പലപ്പോഴും കേരളത്തിൻ്റെ ആരോഗ്യ മന്ത്രി പോലും അമേരിക്കയിൽ നിന്നടക്കം കോളുകൾ വരുന്നുണ്ട്, തങ്ങളെ അഭിനന്ദിക്കാൻ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ തേടി വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. തീർച്ചയായും അത്രമാത്രം ഈ കേരളത്തിൻ്റെ ആരോഗ്യരംഗം നമ്പർ 1 ആണോ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ കുത്തഴിഞ്ഞ ഒരു കിടപ്പിൻ്റെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണ് ആളുകൾ മരിക്കുന്നു. ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. മാത്രമല്ല, ആശുപത്രിയിൽ മരുന്നും സർജിക്കൽ ഉപകരണങ്ങളുമൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്നു. ആവശ്യത്തിന് ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ഇവിടെ സർജറി നടത്താൻ നിവൃത്തിയില്ല എന്ന് സർക്കാർ ഡോക്ടർമാർ തന്നെ പരസ്യമായി പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുമാത്രമല്ല, ശസ്ത്രക്രിയാ സമയത്തുണ്ടാകുന്ന പാകപ്പിഴകൾ, ആ ഒരു രംഗത്ത് കേരളം വലിയ ദുഷ്കീർത്തി കഴിഞ്ഞ കുറേ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശസ്ത്രക്രിയ വിജയകരമായി നടപ്പാക്കുന്നില്ല. വലത് കൈക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടുന്ന സ്ഥലത്ത് ഇടത് കാലിന് ശസ്ത്രക്രിയ ചെയ്യുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ ഉപകരണങ്ങൾ വയറ്റിനകത്ത് തന്നെ വച്ചതിന് ശേഷം ശസ്ത്രക്രിയ അവസാനിപ്പിക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള നിരവധി പരാതികൾ. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ശരീരത്തിനുള്ളിൽ കുടുങ്ങി ധാരാളം പേർ നരകയാതന അനുഭവിച്ച കഥ നമ്മൾ കേട്ടു. ഇതെല്ലാം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കുറിച്ച് സത്യത്തിൽ നിറം പിടിപ്പിച്ച കഥകളാണോ പുറത്തു വരുന്നത്? അതായത് നമ്പർ 1 ആരോഗ്യരംഗം എന്ന് പറയുന്നത് വെറും ഒരു തള്ളു മാത്രമായിരുന്നോ എന്ന സംശയങ്ങൾ ജനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. എന്തായാലും ഇന്നിപ്പോൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ശസ്ത്രക്രിയക്കിടയിൽ ഉണ്ടാകുന്ന പിഴവുകൾ ഇല്ലാതാക്കാനായി ഒരു മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട്. ആ മാർഗരേഖ കാണുമ്പോൾ തീർച്ചയായും ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരും. ഈ മാർഗരേഖ ഇങ്ങനെയാണ്. അതായത് രോഗികളെ ശസ്ത്രക്രിയാ വിവരങ്ങളടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഓപ്പറേഷൻ ചെയ്യേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണം. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കണക്കെടുപ്പ് നടത്തണം. നശിപ്പിക്കുന്ന ഉപകരണങ്ങളുടെ കണക്ക് സൂചിപ്പിക്കണം. വൈറ്റ് ബോർഡിൽ ഈ കണക്കുകളെല്ലാം എഴുതി പ്രദർശിപ്പിക്കണം. ഓപ്പറേറ്റീവ് ലിസ്റ്റിൽ വാർഡ് ഡോക്ടറും അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റൻറ്റും കൃത്യമായി ഒപ്പിട്ടിരിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള മാർഗരേഖ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയം, നമ്പർ 1 ആരോഗ്യരംഗം എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന ആരോഗ്യരംഗത്ത്, അതായത് അമേരിക്കക്കാർ പോലും അസൂയയോടുകൂടി നോക്കിക്കാണുന്ന ഒരു ആരോഗ്യ മേഖല, ആ ആരോഗ്യ മേഖലയിൽ തികച്ചും പ്രാഥമികമായ ഇത്തരം കാര്യങ്ങൾ ഇതുവരെ ഇല്ലായിരുന്നു എന്ന ചോദ്യമാണ്. അതായത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വയറ്റിനകത്തും മറ്റ് ശരീരഭാഗങ്ങളിലുമൊക്കെ കുടുങ്ങിപ്പോകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ മുൻകരുതലുകളാണിത്. അതായത് ശസ്ത്രക്രിയ ചെയ്യേണ്ടുന്ന ഭാഗം മുൻകൂർ അടയാളപ്പെടുത്തണം. ശസ്ത്രക്രിയയുമായിട്ടുള്ള വിവരങ്ങളടങ്ങിയ റിസ്റ്റ് ബാൻഡ് രോഗിയിൽ ധരിപ്പിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർമാരോ നഴ്സുമാരോ ഒന്നും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നിങ്ങനെയൊക്കെയുള്ള ഒരു മാർഗരേഖ അതിപ്പോഴാണോ പുറത്തു വരുന്നത് എന്ന സംശയമുണ്ടാകും. തീർച്ചയായും ഇത്തരത്തിലുള്ള മാർഗരേഖ ഇത്രയും വൈകിയത് കാരണം തന്നെയായിരിക്കും ഈ ഇത്തരത്തിലുള്ള വലിയ പിഴവുകൾ സംഭവിച്ചത്
എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാവപ്പെട്ട ജനങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ വരുന്ന ശസ്ത്രക്രിയ പിഴവ് കാരണമുണ്ടാകുന്ന ആ നരകയാതന അനുഭവിക്കേണ്ടി വരുന്നത്. എന്തായാലും കേരളത്തിൽ ഇപ്പോഴെങ്കിലും ഈ നമ്പർ 1 ആരോഗ്യ മേഖലയിൽ ഇപ്പോഴെങ്കിലും പ്രാഥമികമായ മാർഗനിർദ്ദേശങ്ങളെങ്കിലും പുറപ്പെടുവിച്ചുകൊണ്ടൊരു മാർഗരേഖ വന്നത് നന്നായി. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് 2021 ഇതേ മുന്നണി തന്നെയാണ് 2016 മുതൽ 2021 വരെ ഭരിച്ചതും. നമ്പർ 1 ആരോഗ്യ മേഖല എന്നൊക്കെ പറഞ്ഞ് തള്ളി നടന്നതല്ലാതെ പ്രാഥമികമായ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പ്രാഥമികമായ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇത്രയും വർഷം വൈകി. 10 വർഷത്തിന് ശേഷം ഈ സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനവിധി പെട്ടിയിലായി ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള മാർഗരേഖ ഇറക്കാൻ ആരോഗ്യവകുപ്പിന് തോന്നിയത്. ഇത് തീർച്ചയായും കുറച്ച് നേരത്തെ ആയിരുന്നുവെങ്കിൽ നമ്പർ 1 ആരോഗ്യ മേഖല എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നതിൽ ചെറിയൊരു അർത്ഥമെങ്കിലും ഉണ്ടായേനെ. മാത്രമല്ല നിരവധി ആളുകൾ നരകയാതനകളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു.